നൽകിക്കഴിഞ്ഞു. നിലമ്പൂർ പോത്തുകലിൽ നിന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 5 വയസ്സ് തോന്നുന്ന ഒരു കുട്ടിയുടെ മൃതദേഹമുണ്ട്, ഒരു സ്ത്രീയുടെ മൃതദേഹമുണ്ട് എന്നാണ്. ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്നവരുടെ മൃതദേഹങ്ങളാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അങ്ങനെ വലിയ ഒരു ദുരന്ത മുഖത്താണ് വയനാട് മുഴുവനായി ഉള്ളത്. വയനാട്ടിൽ ഈ വലിയ ദുരന്തം സംഭവിക്കുന്ന സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളതാണ്. അത് ഓരോ ദുരന്തമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന മേഖലകളിൽ പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിനകം 12 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നാണ് ടി സിദ്ദിഖ് MLA സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ അത് 19 എന്നാണ് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. 19 മൃതദേഹങ്ങൾ, 19 മരണം സംഭവിച്ചു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മന്ത്രിമാർ അടക്കമുള്ളവർ ഇപ്പോൾ സ്ഥലത്തുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലാണ്, മുണ്ടക്കൈ മേഖലയിലാണ് വലിയ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ്. ഈ നേരത്തെ ഷബീർ പറഞ്ഞതുപോലെ കയറ് കെട്ടി ആളുകളെ വലിയ വടം കെട്ടി ഇപ്പുറത്തേക്ക് പുഴ കടത്തി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിച്ചിരുന്നത്. പക്ഷേ അതൊക്കെ ഫലപ്രദമാകുന്നില്ല. കാരണം അത്രത്തോളം ശക്തമായ കുത്തൊഴുക്കാണ് പുഴയിൽ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് മനസ്സിലാകുന്നത് പോലെ എല്ലാ സാധ്യമായ എല്ലാ മാർഗങ്ങളും പരീക്ഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സാധ്യമായ എല്ലാ മാർഗങ്ങളും ശ്രമിക്കുന്നു. നേരത്തെ അവിടുത്തെ ജനപ്രതിനിധികൾ നമ്മളോട് സാഹചര്യം വിശദീകരിച്ചിരുന്നു. അവരുടെ വാക്കുകളിലേക്ക്. സജീവമായിട്ട് നടക്കുന്നത് ആ വീടിന്റെ മുകളിൽ ആളുണ്ട്, ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്നലെ അർദ്ധരാത്രിക്ക് ആണ് ആദ്യത്തെ ഒരു പൊട്ടൽ അവിടെ നടന്നത്. അതിനുശേഷം നിരവധി കുടുംബങ്ങള് ഇപ്പൊ കാണാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ളത്. 4 മണിയോട് കൂടിയിട്ട് രണ്ടാമത്തെ ഒരു വൻ ഉരുൾപൊട്ടലാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോ അതോട് കൂടിയിട്ട് 100 കണക്കിന് കുടുംബങ്ങൾ തന്നെ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പൊ പൊട്ടൽ നടന്നത്. അപ്പോ അങ്ങോട്ടേക്ക് ഉള്ള ഒരു പാലം ഉണ്ടായിരുന്നു ചൂരൽമല ടൗണിനോട് ചേർന്നിട്ട്. ചൂരൽമല, അട്ടമല, അതുപോലെ മുണ്ടക്കൈ പ്രദേശത്തേക്ക് പോകുന്ന ഒരു ആശ്രയമായിട്ടുള്ള ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം നിശേഷം തകർന്നു പോയിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ടേക്ക് പോകാനുള്ള ദുഷ്കരമാണ്. നിരവധി ആളുകൾ വെള്ളത്തിൽ ഒഴുകി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. നമുക്ക് തന്നെ അവിടെ എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിലാണ് സാഹചര്യങ്ങളുള്ളത്. അത്രയ്ക്കും ദുഷ്കരാണ്. ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, പുത്തുമലയെക്കാളും വലിയ ഒരു ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന പറയുന്നത്. ഏത് സമയത്ത് ടെലിഫോണിന്റെ കണക്ടിവിറ്റി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. രാവിലെ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് MLA നേതൃത്വത്തിലുള്ള പ്രവർത്തനം രാവിലെ അദ്ദേഹം ഇവിടെ 4 മണിയോട് കൂടി തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ ആ ചൂരൽമല ടൗൺ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഈ സമയത്ത് അങ്ങോട്ട് കടക്കാൻ പറ്റാറില്ല. പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഒക്കെ വിട്ടു കിടക്കുകയാണ്. അപ്പൊ നിരവധി ആംബുലൻസുകള് ആളുകളെ കയറ്റി അവിടുന്ന് ഈ വരുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് മേപ്പാടിയിലെ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ വളരെ അധികം നമുക്ക് അടുത്ത വേണ്ടപ്പെട്ട പരിചയമുള്ള ബന്ധുക്കളെ അടക്കം ഇതിൽ അകപ്പെട്ടതായിട്ടാണ് ഇപ്പൊ അറിയാൻ കഴിയുന്നത്. അവര് ഫോണിലൊന്നും കിട്ടുന്നില്ല. 2 ദിവസമായിട്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്താ പറയാ, അത്രയ്ക്കും ഒരു ദുരിതമാണ്. ഇപ്പൊ നമ്മള് പുത്തുമല കഴിഞ്ഞ ദുരന്തമുണ്ടായ പ്രദേശത്തുകൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാം റോഡ് സൈഡിൽ ചെറിയ ചെറിയ ഇടിച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് അവസ്ഥ. കഴിഞ്ഞ പുത്തുമല ദുരന്തത്തെക്കാളും വളരെ വ്യാപ്തിയിലാണ് കാര്യങ്ങളുള്ളത്. അങ്ങോട്ട് പോകാനുള്ള ഒരു ഏക ആശ്രയം ഈ പാലമാണ്. പാലത്തിന്റെ ഇടതുവശത്തുകൂടി പോയി കഴിഞ്ഞാൽ അട്ടമല എന്ന് പറഞ്ഞ പ്രദേശത്തേക്കും, വലത്തോട്ട് പോയി കഴിഞ്ഞാൽ മുണ്ടക്കൈ പ്രദേശത്തോട്ടും. അപ്പൊ ഈ 2 പ്രദേശം തീർത്തും ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ പ്രദേശമാണ് ഇപ്പോ ആകെ ഒരു ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. കറുത്ത മഴയും ഈ പ്രദേശത്ത് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര മഴയായിരുന്നു ഈ പ്രദേശത്തെ മഴയായിരുന്നു. കുറച്ചുകൂടി സമയം ആയിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ പറഞ്ഞ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ പോണ വഴിക്കുള്ള ചില ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ അപകടങ്ങളാണ്. ഞാനിവിടെ സ്പോട്ടിൽ ഉണ്ടായിരുന്നു. ഇപ്പോ ഏകദേശം ഒരു 100-200ഓളം വീട് പോയിട്ടുണ്ട്. എന്റെ ഒരു അറിവില് ഒരു 100-100 ആള് മരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ ഒരു 100-200 ആള് ഞങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. റോഡില്ല, എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ രക്ഷിക്കാനുള്ള മാർഗം നിങ്ങൾ എന്തൊക്കെ സോഴ്സ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ചെയ്തു തരണം. ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ഞങ്ങൾ. വീട്ടിന്റെ ഉള്ളിൽ 2 കാല് പൊട്ടിയ കുട്ടികളുണ്ട്. അവരെ എടുത്തു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇങ്ങോട്ടേക്ക് ആർക്കും ഇതുവരെ വരാനും ഞങ്ങളെ കാണാനും പറ്റിയിട്ടില്ല. വലിയൊരു ദുരന്തമൊത്താണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. ഞാനിവിടെ സ്പോട്ടിലാണ് ഉള്ളത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഈ മുണ്ടക്കായി, ചൂരൽമല,
എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു എല്ലാരും കൂടെ ആയിട്ട് ഒരു 1000-1500 ആള്